ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് അടുത്ത പരിപാടിക്ക് ഇറങ്ങുകയാണ്. ഇത് നമ്മുടെ ഭയ്യൊക്കെ നാം ക്യാ ബോലോ ലക്കി ലക്കി സൂപ്പർ ഗൈസ്. ബൈ ബൈ ലക്കി. ഗൈസ് നോക്കൂ, നമ്മൾ നേരെ നമ്മുടെ അടുത്ത ഇന്നത്തെ യുദ്ധത്തിന് ഇറങ്ങുകയാണ് ഗൈസ്. ഇന്ന് 150 രൂപ മുടക്കി കണ്ണാൻ തുമ്പി വണ്ടി കഴുകിയിരിക്കുന്നു ഗൈസ്. തുമ്പി ഈ വണ്ടി 150 രൂപ മുടക്കി കഴുകി സെറ്റപ്പാക്കി. അവൻ രാവിലെ തന്നെ റൂമിൽ വന്നു. കഴുകിയില്ല, അതല്ല ലിവിനെ, കഴുകുന്നതിന്റെ മുന്നേ അവൻ റൂമിലെത്തി അല്ലേ? ആ, കണ്ണാം തുമ്പി പോരാമോ. ഫൈനലി നമ്മൾ അങ്ങനെ ഇന്ന് കുറച്ച് വണ്ടികൾ കാണാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ഫൈനലി നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി എത്തിയിരിക്കുകയാണ് വണ്ടി നോക്കാൻ വേണ്ടി. വലിയ തിരക്കോ കാര്യങ്ങളോ സംഭവങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഏകദേശമൊക്കെ ഡൽഹിയിലെ പർച്ചേസിങ്ങും ഈ ടൂറിസമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ഒതുങ്ങി എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് അറിയത്തില്ല. തദ്ദേശീയരായ ആൾക്കാരേ ഉള്ളൂ. അതായത് ഈ ഓട്ടോറിക്ഷക്കാരുടെ ഇലക്ട്രിക് ഇവര് നിൽക്കാതെ ഓടുന്ന, ഇവർക്കൊന്നും ഓട്ടം പോലും ഇല്ല. ഇതുണ്ടോ, വെറുതെ നിന്ന് സൊറ പണിയാ. ഞാൻ പറഞ്ഞ തെറ്റിപ്പോലോ, സൊറ അതായത് വിശേഷങ്ങൾ പറയുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലൊക്കെ കണ്ടോലെ നോക്കിയാൽ CNG അടിക്കാനുള്ള ക്യൂ കിടക്കുന്നുണ്ടോ? എന്റെ അടുത്ത ക്യൂ കണ്ടോ? അടുത്തല്ല, പൊട്ടി ഇങ്ങനെ ആ ഗൈസ് നോക്കി, CNG അടിക്കാനുള്ള ക്യൂ ആയി കാണും. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ കണ്ടില്ലേ, അവിടെ ക്യൂ. ഇത് തൊട്ട് അപ്പുറത്തോട്ട് നോക്കും, അതും അങ്ങനെ തന്നെ. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ കയറി പോകും. അവര് പറയുന്നതനുസരിച്ച് ടോക്കൺ അനുസരിച്ച് കയറി പോകും. ഗൈസ് നോക്കൂ, ഫൈനലി ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ റജോഡി ഗാർഡനിൽ വെച്ച നമ്മുടെ ഇൻസ്പെക്ടറിനെ പിടിച്ചിരിക്കുകയാണ്. കാർ ഇൻസ്പെക്ടർ. പോവാ ചേട്ടാ, പോവാ. യെസ്, ടുഡേ അങ്ങനെ നമ്മളിങ്ങനെ വണ്ടി നോക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി നോക്കാൻ വേണ്ടി നമ്മുടെ ബ്രിയോ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ കാറുകളുണ്ട്. ഇത് അപ്പാർട്ട്മെന്റ് എന്തോ സ്ഥലമാണ് കേട്ടോ. ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. എല്ലാം വക്ക് പൊട്ടിയതും കവലപ്പുണ്ടൊക്കെ കേട്ടോ. വണ്ടികൾ പകുതി നല്ലതൊക്കെ കാണാൻ വളരെ കുറവ്. സ്കോഡ സൂപ്പറോ ഗൈസ്. അവിടെ ഗേറ്റ് കണ്ടോ? ആ ഗേറ്റിൻ്റെ ഉള്ളിലാണ് വണ്ടി. നമ്മുടെ വണ്ടി ഇവിടെ. നമ്മളിനി അവിടെ ചെന്നിട്ട് വേണം വണ്ടി നോക്കാൻ വേണ്ടി. കണ്ടിട്ടൊരു കലിപ്പനാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ, ആ പൊത്തിൻ്റെ ഇടയിൽ കൂടെ വേണം കയറി പോകാൻ വേണ്ടി. നോക്കട്ടെ. 2.2 കേട്ടോ, നമുക്കല്ല വേറെ ആക്കാം. എക്സ്പെൻസീവായ വീലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നല്ല അത്യാവശ്യം എക്സ്പെൻസീവായ വീലും. പക്ഷേ 2.2 കേട്ടോ, 6 സ്പീഡ് ഓട്ടോമാറ്റിക്. നമുക്ക് ആവശ്യമില്ല. ഈ ഗ്രില്ല് കിട്ടണം തുമ്പി, ഫ്രണ്ട് ഗ്രില്ല് കിട്ടണം. വലിയ പണിയൊന്നും എടുത്തില്ല, ഒരു വീല് മാറ്റി നല്ല വേറെ ഒന്നും ചെയ്തില്ല. ഇതിപ്പം എത്ര ചോദിക്കുന്നൊന്നും അറിയത്തില്ല കേട്ടോ. വേറെ ആൾക്ക് വേണ്ടി ചോദിക്കണ്ട. ഇത് വിത്തൗട്ട് സൺ പ്രൂഫാണെന്ന് എനിക്ക് തോന്നുന്നത്, വിത്തല്ല. എന്നാ ലുക്ക ആ വീലിനാട്ടോ പൈസ. ഇത് പാർക്കിങ്, പിന്നെ വീടുകളിലെ സംഭവം, ഇതൊക്കെ ഡൽഹിയുടെ ഇൻ്റർ ആണോ ഔട്ടർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഫ്ലാറ്റ് ജീവിതങ്ങളായി കാണുന്നത്. അതായത് 4 ചുവരിൻ്റെ ഉള്ളിൽ. പിന്നെ പ്രത്യേകിച്ച് ജോലി വീട് അല്ലെങ്കിൽ ബിസിനസ് വീട് അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഈ കാണുന്നത് ആ BMW, പിന്നെ വെൻറ്റോ, ബെൻസ്, അക്കോഡ് അവിടെ അഡ്വാൻസ് ആയി പോയതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വണ്ടി നല്ല ലുക്കില്ലേ. 2.2 ആണെങ്കിലും നല്ലൊരു ഒത്ത വണ്ടിയാണ് കേട്ടോ. അല്ലേ, 2.2 ആണെങ്കിലും നല്ലൊരു ഒത്ത വണ്ടിയാണ്. നല്ലൊരു ഇതല്ലേ, ഇല്ല കംപ്ലൈൻ്റ് ഇല്ല. അതിൻ്റെ ഗാംഭീര്യം നോക്കിക്കേ. ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററും സാധനമൊക്കെ ആയിട്ട്. ഫ്രണ്ട് കൂളിങ്, ഫുൾ കൂളിങ്, പിന്നെ അതുകൂടാതെ വീല്, അതൊക്കെയാണ് ഇതിന് സൗന്ദര്യം നൽകുന്നത്. നല്ല വണ്ടി കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് വണ്ടി, നല്ല വെൽ മെയിൻറ്റൻഡാണ്. എന്താ സെറ്റപ്പ്, ഓവറോൾ നല്ല സെറ്റപ്പാട്ടോ. അതുകൊണ്ടോ, പക്ഷെ നമുക്ക് 2.2 പറ്റത്തില്ല. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, 2.2 6 സ്പീഡ് ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട്. പക്ഷേ സൺറൂഫ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ 2200 ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെ പിടിച്ച് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ ഓപ്പണായി വരും. കണ്ടോ, ഇതേപോലെ തന്നെ ഓപ്പണായി വരും. ആഹാ, എന്താ സെറ്റപ്പ് നോക്കിയേ. ഇച്ചിരി കിടന്നെന്ന് തോന്നുന്നു അടുത്ത തുമ്പി. ഇത് 2.2 അതില്ല, മറ്റേ ഓട്ടോമാറ്റിക്കലില്ലല്ലേ. 2.2 ഓട്ടോമാറ്റിക്കലില്ല കേട്ടോ. പക്ഷേ ഇവിടെ നോക്കട്ടെ, ഇന്ത്യയിൽ അങ്ങനെ ചേട്ടാ അടയ്ക്കല്ലേ. അവന്റെ ഫോണിൽ കണ്ടാ എഞ്ചിന്റെ സൈലൻസ്, എഞ്ചിൻ റൂമിന്റെ പ്രത്യേകത നോക്കിയേ. നല്ല വണ്ടിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് സൗണ്ട് ഉണ്ടോ?
അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ എത്ര സൗണ്ട് നോക്കി. മറ്റേതെന്തോ മറ്റേ പിന്നെ എന്നാ പറയാ ശ്വാസം വലിക്കാൻ പറ്റാത്ത കിടന്ന് വലിക്കുമായിരുന്നു. കിടുക്കാച്ചി വേണ്ടി കേട്ടോ. നല്ല നീറ്റായിട്ടല്ലേ പിന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ ഈ എൻജിൻ റൂമൊക്കെ. എലി അങ്ങനെ സാധനങ്ങളൊന്നും കയറിയിട്ടില്ല. നല്ല അടിപൊളിയുണ്ട്, നീറ്റുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ വണ്ടി എടുക്കണം. വലിയ പണിയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി? ഇതിങ്ങനെ തുറന്നിട്ട് മറ്റേ ഇത് വെള്ളം വരുന്ന സാധനം. आप देखा या पता है आपको? क्या पता है? नहीं पता नहीं, मैंने देखा हुआ बहुत, मतलब आपके आप वहीं से हो, बेंगलोर से हो ना? हाँ, केरला. हाँ, मैं इंडिया से यूरोप रशिया वाला घूमने के लिए मेरा ओन गाड़ी में जाने के लिए आदमी है. उससे करता हाँ, यूट्यूबर है. मैं एक गाड़ी परचेज के लिए आएगा एंडेवर. मैं 5-6 गाड़ी देखेगा बट इंजन साइड हो वाला प्रॉब्लम नहीं. ये तो ब्रांड न्यू कार है, 74,000 विद रिकॉर्ड चला है. पूरा कंपनी ले जाओ, गाड़ी चेक करा लो जाओ. हाँ, पूरा ले जाओ गाड़ी, अभी ले जाओ कंपनी ले जाओ, कोड चेक करा लो गाड़ी. ओह अल्लाह, कार और इंजन न्यू कार है. न्यू कार है. हाँ, बड़ी मैंने बहुत देखा, बहुत फेमस है. हाँ, आपका नंबर मैंने रात को देखा ना, जब ईज बुल जेट लिखा था, मैं समझ में कहा पहले भी मैं देखा हुआ है आप लोग. अच्छा, नहीं आना विളിച്ചു പുള്ളിനെ. हाँ, आपको देखा हुआ, आपको इनको देखा. हाँ, चलो नाइस. തുമ്പി ഇത് ലിബിന വിളിച്ച ഈ വണ്ടി? ആ, നീ വിളിച്ച. നല്ല ക്വാളിറ്റി വണ്ടിയാ. നമുക്ക് കൂടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നാളെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി കിട്ടുന്ന അവൻ പറയുന്നേ കളിക്കണം. അവൻ പറയുന്നത് കേട്ടോ. നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ചേട്ടാ, അവൻ പറഞ്ഞു കേട്ടോ, വണ്ടി വേണേ ഡയറക്റ്റ് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്തോളാം. കണ്ടിട്ട് എങ്ങനെയുണ്ട് ചേട്ടേ? നല്ല വണ്ടി അല്ലേ, നല്ല കിളിക്കുഞ്ഞു വണ്ടി. വണ്ടി വേണം നമുക്ക് കൊടുക്കാം. സീറ്റ് കണ്ട തുമ്പി നമ്മളെ അറിയാന്ന്, എന്നെ അറിയാന്ന് പറഞ്ഞേ. പോടാ ഈ ബുൾജെറ്റ്. എടോ, അയാളിപ്പോ എന്നോട് അതല്ലേ കയറി ചെന്നപ്പോ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി മറ്റേ സഫാരി എടുക്കാൻ വേണ്ടി അന്ന് വന്നതല്ലേ എന്ന്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളാന്ന്. ആ, അതോ അങ്ങനെ അങ്ങനെ. നിങ്ങൾ എന്നോട് അതാ പറഞ്ഞേ. എല്ലാം ടൂട്ടറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസം. ഇഷ്ടം പോലെ സാധനം കാണിച്ചേട്ടെ, ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ കാണിച്ചേട്ടെ, വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നത് കാണിച്ചേ. ആ, പെയിന്റിങ്, പിന്നെ സ്കാനർ, വണ്ടി സ്കാൻ ചെയ്യുന്നു, OBD സ്കാനർ. ഇത് വെച്ചാണ് നമ്മൾ വണ്ടിയുടെ ഈ സെൻസർ വണ്ടിയുടെ എററൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. നല്ലൊരു വണ്ടി കേട്ടോ. ചേട്ടാ, ഇത് കമ്പനി വരുന്നതാണോ? ഇല്ലത്ര ഇത് കുറച്ച് ഇത്രയല്ല, കുറെ നാള് വെളിയിൽ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴില്ലേ ഇത് ക്രാക്ക് ആവും, അല്ലെങ്കിൽ ഇതിന്റെ ഇത് പൊങ്ങി വരും. 3.2 ആണെങ്കിൽ ഇതിന് പകരം ഒരു കൺട്രോൾ നോബ് വരും. പൈസ വണ്ടി ഞങ്ങൾ ഓടിച്ചു നോക്കിട്ടോ, വണ്ടി 2.2 ഇതാണ് 3.2. എന്തായിരിക്കും ചേട്ടാ? പെർഫോമൻസ് ഉണ്ട്. എൻ്റെ അമ്മേ, വണ്ടി ഇങ്ങനെ ചീറി നിൽക്കുക. ഓ, പെർഫോമൻസ് അടിപൊളി. 2.2 ഇതാണ് 3.2. എന്തായിരിക്കും വേട്ടാവളിയാ? എൻ്റെ അമ്മ, ഫോറൊക്കെ എങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയി? എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എല്ലാം ഇന്ത്യയിലെ ഏതൊക്കെ നല്ല വണ്ടി ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം സർവീസ് കാരണം ചില മണഗുണാങ്കന്മാരും ചില കമ്പനി, അതായത് ഓരോ ഡീലർമാർ കാരണം മാത്രം നശിച്ച് നാരണക്കല്ലായതാട്ടോ ഈ ഫോർഡൊക്കെ. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു കാര്യം അറിയാം, കേരളത്തിലെ കമ്പനി പണിത വണ്ടികൾ മാത്രമേ ഗിയർ ബോക്സിന് പണി കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഒരു സാധനത്തിനും പണി കിട്ടിയിട്ടില്ല അല്ലേ ചേട്ടാ? കേരളത്തിൽ കമ്പനി പണിത എല്ലാ വണ്ടിക്കും ഗിയർ ബോക്സിന് പണിയിട്ടുണ്ട്, പുറത്ത് പണിത ഒരു വണ്ടിക്കും പണിയിട്ടില്ല. അതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ ഇതാ മഹീന്ദ്രയുടെ സർവീസ് കൂടുതലെന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഒരിടയ്ക്ക് ടാറ്റയായിരുന്നു, ടാറ്റയുടെ ഇപ്പോൾ സ്വിച്ച് നന്നായി. ഞങ്ങളങ്ങനെ ഒരു വണ്ടി കണ്ടിട്ട് അടുത്ത വണ്ടി കാണാൻ വേണ്ടി അടുത്ത സ്ഥലത്ത് പോവാണ്. കൊള്ളാന്നുള്ള വണ്ടി കുറച്ച് ദിവസം വണ്ടിയാ, ഇത്രയും ദിവസം കണ്ടതിലൊരു നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു നീറ്റ് വണ്ടി. അപ്പോൾ നമ്മളിനി അടുത്ത വണ്ടി കാണാൻ പോയി. ഇനി ഈ വണ്ടി കണ്ടുകൊണ്ടല്ലോ വേറെ ഒരു വണ്ടി ഇഷ്ടപ്പെടത്തില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. റൈറ്റ്, നമുക്ക് എന്തായാലും നേരെ പോവാം. ഒരു 10-45 മിനിറ്റ് സഞ്ചരിക്കാറുണ്ട്, എന്നിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തെത്തി അടുത്ത വണ്ടി കാണാൻ വേണ്ടിട്ടോ. വണ്ടി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഇതെന്നാ ഇതെന്നാ പോകുന്നേ? എൻ്റെ ദൈവം, ഡൽഹിയിൽ ഇതൊക്കെ വിദേശികൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? നോക്കിയേ,
ഫ്രണ്ടിലെ ക്യാബിൻ മൂക്ക് കുത്തി കിടക്കുക. കോർപ്പറേഷന്റെ വണ്ടിയാന്ന് തോന്നുന്നുണ്ടോ. എല്ലാവർക്കും വിശന്നു. 2-3 വണ്ടി കാണാനുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അത്യാവശ്യം ഇന്ന് 2-3 വണ്ടി കാണണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ നിൽക്കുന്നതിലും വലിയ ബുദ്ധിയില്ല. കാരണം ചിലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക, നമുക്ക് വണ്ടി എത്ര കുറച്ച് കിട്ടിയാലും ഇവിടെ എക്സ്പെൻസ് കൂടുമ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ വണ്ടിയുടെ വിലയാവും അല്ലേ തുമ്പി? ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ബിരിയാണി അങ്ങനെയുള്ള വെജ്, നോൺ വെജ്, ഫുൾക്ക അങ്ങനെ എല്ലാം ഉണ്ട്. മണമൊക്കെ കണ്ട് നോക്കട്ടെ. വെജാണോ നോൺ വെജാണോ? മട്ടനാ, ചിക്കൻ, അവിടെ എല്ലാം ഉണ്ട്. അത്യാവശ്യം തിരക്കാണ് കേട്ടോ. അവിടെ ഭയങ്കര മുഷുക്കും വേണമേ. അത് അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്. നമ്മളിവിടുന്ന് ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. തീരുമാനിക്കാം. ഇവിടെ ചിക്കൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കിയേ, ഉള്ളിയൊക്കെ അരിയെന്ന് നോക്കിയാൽ എന്ത് പബ്ലിക്കായിട്ടാണ്. ഇത് ഈ കടക്കാരനാണ് ഇത്. അപ്പോൾ അത് ആ കടക്കാരനാണ്. ഉള്ളിയൊക്കെ അരിച്ച് സെറ്റപ്പാക്കി എല്ലാം സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുക. രാത്രിക്കത്തെ ഭക്ഷണം മാത്രമേ അയാളെടുത്തുള്ളൂ. ഇപ്പോഴത്തെ ഭക്ഷണം ഇല്ല. നോക്കിയാൽ ചിക്കനൊക്കെ ഇത് ഇവിടെ ലൈവായിട്ട് റെഡിയാക്കുന്ന നോക്കിയാൽ എന്ത് വൃത്തി. ഇതൊക്കെയാണ് മോനെ നിങ്ങൾ കഴിക്കേണ്ടത്. ജീവിതത്തിൽ മറക്കുകയല്ല. നിങ്ങളിവർ ഉറക്കും. തമാശ പറഞ്ഞല്ലോ. ഇവൻ്റെ അടുത്ത് നിവ്യയുടെ ലിബാം ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ മറ്റേ വാസലിൻ മേടിച്ചിട്ടൊക്കെ എൻ്റെ പൊട്ടുക. നിവ്യ എൻ്റെ മേടിക്കട്ടെ. വാസലിൻ അത് മേടിച്ചിട്ട് കാര്യമില്ല, നിവ്യ കിട്ടണം. ഞാൻ റഷ്യ മുതൽ പല രാജ്യത്തും ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതാ നിവ്യ. അതേതോ റെഡ് ലൈറ്റ്, रेड लाइट है, रेड या पिंक? पिंक दे दो, एक दे दो. पानी है, एक बोतल पानी दे दो. पानी नहीं होगा भैया हमारे पास. नहीं है. हाँ बोतल नहीं होगा भैया. हाँ इला एक ही चाहिए. ये थोड़ा मैला है इसलिए मैं आपको नहीं दे रहा. താങ്ക് യു ഭയ്യ. ആണ് സത്യസന്ധനായ കച്ചവടക്കാരനാണ്. 300 രൂപ ഇതിൻ്റെ വില. ചെറിയ പൈസക്കൊന്നും കിട്ടത്തില്ല, പക്ഷേ സാധനം ക്വാളിറ്റി അച്ചായ. ഇതാകുമ്പോൾ 20 രൂപയ്ക്ക് കിട്ടും. 20 റുപ്യാണ് അല്ല 50 റുപ്പീസ്. എന്നാൽ ക്വാളിറ്റി വ്യത്യാസമുണ്ട് കേട്ടോ. കൊല വിളിക്കുവോ? കൊലപാതകമാണോ? എത്രയാ? എന്നാ പറ, എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അമ്മേ, മുടിയാനവൻ മുടിയോ അവൻ. അവനും അവൻ്റെ വേരും. ഇതെന്നാ റെഡിയാക്കുന്ന? കേരള കൈസ്. നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നല്ല രസമാണല്ലോ. എന്തായാലും ഒന്ന് കഴിക്കണം കൈസ്. ഇതാണ് ഏറ്റവും നല്ല ലിബാം. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ചുണ്ട് പൊട്ടുന്നുണ്ട്, തണുപ്പിലൊക്കെ ചുണ്ട് പൊട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുറുക്കൻ, അതായത് ഈ വിമല്, പാൻ മസാല അങ്ങനെ സാധനങ്ങളാണ് ഈ കടകളിലൊക്കെ മെയിൻ കച്ചവടം. ഇതിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് പോകുന്ന കട ഇതാണ്. ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അതായത് 2 ഫ്രൈഡ് റൈസും 1 ചില്ലി ചിക്കനും പിന്നെ ഒരു പെരി പെരി ഫ്രൈസും. കാണിച്ചു കൊടുക്കല്ലേ. നമ്മളോട്ടുള്ള സ്നേഹം കണ്ടോ. ഇരിക്കാൻ ടേബിള്. നീ കൊണ്ട് പോടാ. ഞാൻ ഈ സൈഡിൽ വെയിലില്ലാത്ത സ്ഥലത്ത് ഒപ്പിച്ച വേണ്ട. ഞാൻ മുടിയൂല. ഇത് ഡൽഹി പോലീസിന്റെ വണ്ടി. ഇതാ അവിടെ ഒരു സീറ്റ് ഇപ്പം തരും. നിനക്ക് തരൂടാ ഇപ്പൊ സീറ്റ് തരൂടാ. ഇതേ അടുത്ത് ഇതാണ് ചില്ലി ഫ്രൈസ്. നല്ല മസാല. ഇതുണ്ടോ? ഇത് മാങ്ങ ഇട്ട് തന്നെ സൂപ്പറാ അല്ലേ? നല്ല ചെനച്ച മാങ്ങ മസാല ഇട്ട്. ഇത് പെരി പെരി മസാല. തുമ്പി ഇതാണോ പെരി പെരി മസാല? ഈ മസാല മേടിക്കാൻ കിട്ടും, അവിടെ കിട്ടും. പെരി ഫ്രൈസ് നിന്ന് കഴിഞ്ഞപ്പം ഭയങ്കര പൂതി പെരി പെരി മസാല മേടിക്കണമെന്ന്. അപ്പം തന്നെ ഈ കടയിൽ നിന്ന് മസാല മേടിച്ചു. ഇനി കാണുന്ന പേരക്കയും കാണുന്ന സാധനങ്ങൾ മൊത്തം ഇതിട്ട് മിക്സ് ചെയ്ത് തിന്നാം അല്ലേ ചേട്ടാ? ഇത് ഗ്ലോസ്റ്റർ വന്നു. ഒരു മനുഷ്യന് വേണ്ട കേട്ടോ ഇവിടെ. ഒരു മനുഷ്യന് ഇന്ത്യയിൽ മൊത്തം ആർക്കും വേണ്ട. ഇത് അധികം ബിസിനസ്സുകാരില്ലേ, ഓവർ ബുദ്ധിയുള്ളവര്, അങ്ങനെ പോയുള്ള കൊടുക്കുന്ന ഈ വണ്ടിയിൽ. ഇതിന്റെ പേരെന്നായിട്ടാ? ഇതന്നെ കേട്ടോ കളർ ഉണ്ട് എന്നായിട്ട് തോന്നുന്നു കേട്ടോ. അക്കാ നൂഡിൽസ് ഫ്രൈഡ് റൈസ് കൊള്ളാം കേട്ടോ, അടിപൊളി. ഇതാ പ്ലേറ്റ് ഇതാ. ഇതല്ല അതെ നല്ല
സെറ്റപ്പ് സാധനം കേട്ടോ. നല്ല നല്ല ടേസ്റ്റ്. നല്ല നൂഡിൽസ്. ആ സോറി അത് തന്നെ ഗൈസ്. അടുത്ത് വന്നേ ഇത് ചില്ലിയാ. നല്ല ഡൽഹി വന്നിട്ട് ഇത്ര നല്ല ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ഇതിലെ ഫുഡ് അല്ലേ? നല്ല ഞങ്ങളെ അടുത്ത വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ്. ഒന്നും ആയില്ല, എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന ചെറുക്കൻ ഇത് എവിടെയുണ്ട്. ഇനിയിപ്പം ഇത് നോക്കിയിട്ട് അടുത്ത് നോക്കാൻ വേണ്ടി പോകണം. എന്താ ബിസിനസ് ഏരിയ തോന്നുന്നുണ്ട്. അത്യാവശ്യം എല്ലാം പോഷ് ഏരിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇത് കാടാന്ന് തോന്നുന്നു, കാട്. ഞങ്ങൾ ആ വണ്ടി കണ്ടു, ഞങ്ങൾ തിരിച്ചു പോകുന്നു. വിലപ്പാകത്തിലായില്ല, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത വഴി ഇതേ ഈ വഴി. ഗൈസ് കല്യാണ വണ്ടി പോകുന്നുണ്ട്. കല്യാണ കുതിര വണ്ടി. ഹലോ. ഒന്നാമത്തെ തിരക്കായി. ഇപ്പം ഇതും കൂടെ സൂപ്പറായി. പ്രീമിയം കാർ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. എന്തോരം എൻഡവറാന്ന് നോക്കിയേ. ആഹാ, എൻഡവർ അത് വരാലോ. ചോദിക്കുന്നതന്നാ പിന്നെന്നാ. ഇത് അവിടെ കിഡിലിനൊരു ഇത് കിടക്കുന്ന ഡിഫൻഡർ. ഇത് ബെൻലി. ഇത് പുതുപുത്തൻ എൽ സി. ഇത് ബെൻലി. ഞാൻ പെട്രോൾ കാണിച്ചു കേട്ടോ. പെട്രോള് എൻ്റെ അവൻ്റെ കിളി പാറിപ്പോയി പെട്രോൾ കണ്ടിട്ട്. കിളിയും കിളിക്കുഞ്ഞും ഇതന്നേട്ടാ പോകുന്നില്ല. ഇതാണ് ആള് ലൊക്കേഷൻ. ഗൈസ് ഞങ്ങളെ വണ്ടി ഇവിടെ ഒതുക്കി. ഇവിടെ 2-3 എൻഡവർ നോക്കാൻ വേണ്ടി വന്നാ. എൻഡവർ ദൈവം പറയുന്നതല്ലേ, പ്രാർത്ഥന പറയുന്നല്ലേ. എൻ്റെ പിഴ എൻഡവർ. ഗൈസ് നമ്മളെ 2-3 വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നിസാൻ പെട്രോൾ അങ്ങോട്ട് കിടപ്പുണ്ട്, പക്ഷെ അത് അങ്ങ് ദൂരെയാ. ഇവിടെയൊക്കെ എൻഡവർ ഉണ്ടല്ലോ. ഇത് എൻഡവർ. ഈ സാധനം നിങ്ങൾ സ്വന്തമാക്കിയോ നിങ്ങൾ കേസിലുള്ളിലായി. ഇതാണ് പനമേര. പനമേര ആരൊക്കെ മേടിച്ചിട്ടുണ്ട് അവനൊക്കെ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. രാശി എന്ന് പറഞ്ഞ സാധനമില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. എൻ്റെ പൊന്നെ, വീല് നോക്കിയോ. ഒരു കാറിൻ്റെ ഇതെങ്ങനെ ഇവനിട്ട് ഓടിക്കുന്നു. ഇതെന്നെ ഇത് മകിടക്കുറ്റിയോ? ഇതെന്നെ ഇത് മകിടക്കുറ്റിയാന്ന് തോന്നുന്നു. മകിടക്കുറ്റി. എൻ്റെ കർത്താവ്, ഇത് കേരളത്തിലാണല്ലോ അടിച്ച് കിട്ടും. കൈസ് പെട്രോൾ കേട്ടോ. രജിസ്റ്റേർഡ് വണ്ടി. 2 കോടി. ഓസ്ട്രേലിയൻ സ്പെക്ക് 2,70,00,000 രൂപ. 85 ലക്ഷം രൂപ. ഞങ്ങൾ അവനോട് ഇമ്പോർട്ടഡ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി കേട്ടോ. പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് വെറുതെ അതിലൊക്കെ കറങ്ങി നടന്നു. എൻഡവറിൻ്റെ വില കേട്ടിട്ട് കിളി മാറിപ്പോയി. എന്നാ വിലയാ പുള്ളി പറഞ്ഞേ? കടയുടെ വാടക ഉണ്ടാവില്ല ചേട്ടാ. അത്ര വലിയ വാടകയ്ക്കായിരിക്കും നിൽക്കുന്നേ. എന്നാ കണ്ട ഇവിടുത്തെ പൊല്യൂഷനെ പ്രതിരോധിക്കാനുള്ള പരിപാടി. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നല്ലടാ. അങ്ങനെയാണെങ്കിൽ മേലോട്ടല്ലേ അടിക്കുന്നത്. വായു അന്തരീക്ഷ സംഭവം ശരിയാക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇതെന്താണാവോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ ചൈനയിലൊക്കെ പോയപ്പോൾ ഈ സാധനം കണ്ടായിരുന്നു. അത് മേലോട്ട് അടിക്കും. ഇതിവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന വണ്ടിയാണ് കേട്ടോ. അല്ലടാ നമ്മൾ പറഞ്ഞ സാധനം. ഇനി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് അടിക്കും. വായു ആ സംഭവം ശരിയാക്കുന്ന വെള്ളം സ്പ്രേ ചെയ്യുന്നേ കാണുന്നത് കേട്ടോ. ഇതിലെ വണ്ടി പോകുന്നതല്ലേ, അതുകൊണ്ട് മാറ്റി അടിക്കുന്ന. ഇതൊരുപെട്ട ഏഷ്യൻ രാജ്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അത്ഭുതമൊന്നും നോക്കണ്ട. ഇത് ഫ്രണ്ടിലുമുണ്ട്, ഇതേപോലെ ബേക്കിലുണ്ട്. ഇതാ വാല ഓരോന്നായിട്ട് പോവാം. അതല്ല ഗൈസ്, ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി അടുത്ത് വരുമോ ഇതിൻ്റെ പുറകെ? ഇതെന്താ ഉദ്ദേശം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. കണ്ടോ, തമിഴ്നാട് വണ്ടിയൊക്കെ ഇവിടെ വിൽക്കാൻ വന്നാക്കുന്നത്. തമിഴ്നാട് ഈടെ ഒന്നും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലല്ലോ. ഇഷ്ടംപോലെ വണ്ടികളാണ്. ഗൈസ് നമുക്കൊരു വണ്ടി എടുക്കണം. നമ്മൾ വെപ്രാളത്തിലെടുക്കരുത്. നമ്മൾ സാവധാനം ആലോചിച്ച് ശ്രദ്ധിച്ച്. നമ്മുടെ കയ്യിൽ പൈസ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയില്ലെങ്കിലും നമ്മൾ കിട്ടിയില്ലെന്ന് ഓർത്ത് പോവാം. പക്ഷെ കയ്യിലേ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കാം, വെയിറ്റ് ചെയ്യാം. കിട്ടും, നമ്മുടെ പാങ്ങിന് കിട്ടും. ആരെങ്കിലും ഉണ്ടാവും കൊട്ടിക്കാൻ വേണ്ടി മാത്രം. 7 എടുത്താലോ? X7 ഹൈബ്രിഡ് ആയിരിക്കും. ഇതുണ്ട്, അടുത്തുണ്ടോ? അമ്പടാ, ഇത് അടുത്തത്. ഇതെന്താ എയർ സിസ്റ്റം കേട്ടോ. ഇതെന്താ ഇത്? ഇത് വേറെന്തോ സംഭവമാണ്. പല സൈസ് മെഷീനുകൾ പല രീതിയിൽ കൂടെ ഓടി നടപ്പുണ്ട്. സൺസെറ്റ് ഇറങ്ങുന്ന പേട്ട് ഓഫ് സെറ്റപ്പ്. ഞങ്ങൾ തിരിച്ച് എങ്ങോട്ടോന്നില്ലാതെ എങ്ങോട്ടോ സഞ്ചരിക്കാൻ സുഹൃത്ത്. ഇന്ന് 3 വണ്ടി കാണിച്ചു. അതെ, 3 നല്ല വണ്ടിയായിരുന്നു. എന്തുകൊണ്ട് എടുത്തില്ല? വിലപ്പാവ് എത്തിയില്ല. പക്ഷേ ഒരെണ്ണം നല്ല ഡീലായിരുന്നു.
പിന്നെ 10 രൂപ ഞാൻ ഉദാഹരണം പറയട്ടെ, ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം. എനിക്ക് പറ്റുന്നത് ഞാൻ പിടിക്കാവുള്ളൂ. കമന്റ് ഇടാൻ പറ. എന്നാ ഒരു 17 4x4 3.2 ഓട്ടോമാറ്റിക് വണ്ടി എത്ര രൂപയ്ക്ക് എടുക്കാം? സെക്കൻഡ് ഓണർ കമന്റ് ചെയ്യാൻ പറ. ചെയ്തോട്ടോ. നോക്കൂ, ഇത് ഡൽഹിയുടെ ഔട്ടർ അല്ല കേട്ടോ, ഇന്നർ ആട്ടോ. നോക്കിയേ, എന്റെ ദൈവം, അട്ടിയോട്ട് വീട് വെച്ചൊക്കെ നോക്കിയേ. എന്താ സെറ്റപ്പ് ഗൈസ്. വൈകുന്നേരം ആയില്ല, ഇപ്പത്തെ സമയം നിങ്ങൾ കേട്ടോ ഞെട്ടിപ്പോ. 4:30 ആയതേ ഉള്ളു സമയം കേട്ടോ. എന്റെ അനിയനെ അടിമയാക്കി നോക്കിയേ. എടാ പാവം, രണ്ടുപേർക്ക് മസാജ് ചെയ്ത് കൊടുക്കും. തലവേദന എടുക്കും. തല ചൂടായ താൻ ചെയ്യാൻ പറയുന്നത് ഞാൻ കേട്ടാടോ. ഇങ്ങനെയെങ്കിൽ ഞാനില്ലാതെ എന്റെ അനിയനെ കൊണ്ട് നിങ്ങൾ വേറെ പലതും ചെയ്യിക്കൂലോ. ഗൈസ്, എന്താ ഇത്? ഇതെന്താ അടിയാൻ കൂടിയാൻ വ്യവസ്ഥയോ? എന്താ ഇത് ഗൈസ്? ഫൈനലി ഞങ്ങൾ തിരിച്ചു പോവാ കേട്ടോ. തിരിച്ച് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോവാം. അവിടെ 2 പുണ്ടകൾ വന്നിട്ടുണ്ട്, ഇനി അവരെ സൈസ് ആക്കണം. കാരണം മൊത്തത്തിൽ എല്ലാരോടും പറഞ്ഞില്ല, എല്ലാരും കേറി വരാറുണ്ട്. അങ്ങനെ കുറെ പേരെ കേട്ടിക്കൊണ്ടിട്ടുണ്ട്. എല്ലാരും ഇതെല്ലാം നടക്കട്ടെ, നടന്നിട്ട് പോയി വണ്ടി അല്ലേ. ഞങ്ങളോട് വണ്ടി ചോദിക്കും എല്ലാരും. എന്നോട് പണ്ട് ആരോ പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കിട്ടുമെന്ന്. 5 ലക്ഷം രൂപയ്ക്ക് അണ്ടി കിട്ടും ഇവിടെ. നല്ല കപ്പലണ്ടി, വേറെ ഒരു സാധനം ഇവിടെ കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. ഇന്ത്യക്കാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി പോയോ ഏട്ടാ? പോയോ? വന്നോ? നോക്കിയിട്ടുണ്ടോ? ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ കറക്കി ഉണ്ടാകും ജ്യൂസ്. ഇത് പോലീസിന്റെ ക്യാമറ ഉണ്ടോ? ഇനിയൊന്നും ഒരു പരിപാടി നടക്കില്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്നും, അല്ലേ ചേട്ടാ? എല്ലായിടത്തും ക്യാമറ അല്ലേ ചേട്ടാ? ഒരു പരിപാടി നടക്കുമല്ലോ, ഫുൾ പോലീസ് ക്യാമറ അല്ലേ? കറക്റ്റ് നടക്കുന്ന പരിപാടി എല്ലാം നടക്കും. പുറത്ത് വെച്ച് നടക്കുന്ന ഒരു പരിപാടി നടക്കും. റൂമിൽ വെച്ച് നടക്കുന്ന എല്ലാ പരിപാടിയും നടക്കും. അവിടെ ക്യാമറ വെച്ചാൽ കേസ് വ്യത്യാസം. പുറത്ത് വെച്ചുള്ള ഒരു പരിപാടി നടക്കുമല്ലോ? നടക്കൂല. ഞാൻ ഇവിടെ ഒരു 7-8 മാസം മുമ്പേ ഈ ഫ്ലൈ ഓവർ ഇല്ലേ, ഈ ഫ്ലൈ ഓവറിന്റെ ആ സൈഡിൽ ക്യാമറ ഇല്ല. ഒരു രാത്രി 2 മണിയായപ്പോ ഒരാളെ അടിച്ച് കൊന്ന് അവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ട് പോയി. അവരെ പിടിച്ചോന്ന് എനിക്കറിയത്തില്ല. ഒരു 7 മാസം മുമ്പ് ആ ഫ്ലൈ ഓവർ കയറുന്നിടത്ത് ക്യാമറ ഇല്ല, രാത്രി 2 മണിക്ക്. അടിപൊളി. ചായ മസാല. ഈ കൊച്ചു മെടുക്കനോട് ഞാൻ ചോദിച്ചു, ഈ കാണുന്ന വലിയ ഗ്ലാസ് എനിക്ക് 30 രൂപയ്ക്ക് തരാമെന്ന്. അല്ല, അവൻ എൻ്റെ ചോദ്യത്തിന്റെ ശുദ്ധി മനസ്സിലാക്കിയില്ല കേട്ടാ. ഞാൻ ഈ ഗ്ലാസ്സാണ് ചോദിച്ചത്, ഇതിൻ്റെ അത് ഞാനൊന്നും ചോദിച്ചില്ല അവനോട്. 2 രൂപ 3 രൂപ ഗ്ലാസ് അവൻ എനിക്ക് തരാൻ തയ്യാറില്ല. മേടിക്കട്ടെ കേട്ടോ അവൻ്റെ അടുത്ത് നിന്ന്. ഇതാണ് ജ്യൂസാ, നല്ല ഓറഞ്ച്. തുമ്പി എന്നാ തിരിഞ്ഞിരിക്കുന്നത്? തുമ്പി വാ തുമ്പി. ഞാൻ മറ്റേ അവൻ വന്നോ എന്റെ പാർട്സ് വരാൻ വേണ്ടി. നോക്കൂ, എത്രയോ ആളുകളാണ് ഇവിടെ വന്നിട്ട് വണ്ടി കിട്ടാതെ തിരിച്ചു വന്നറിയാവോ. ഞങ്ങളിപ്പോൾ അതിൻ്റെ വക്കത്താണ്. കാരണം കുറേ പേരുണ്ട്, എല്ലാവർക്കും ഉണ്ടയും മറ്റേ ഉണ്ടമുളകൊക്കെയാണ് കിട്ടുന്നത്. മൊത്തം എന്താ പറയുക, അവരാധമെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് സംഭവിച്ചിട്ടിരിക്കുന്നത്. പാവങ്ങൾ ഇവന്മാർ രക്ഷപ്പെട്ടാട്ടോ. നിങ്ങൾക്ക് എന്തോ ദൈവാനുഗ്രഹം ഉണ്ട് കേട്ടോടാ. ഗൈസ് നോക്കൂ, ഇവര് വന്ന് വണ്ടി നോക്കി ലാസ്റ്റ് ഇവർ വിചാരിച്ച പോലെ വണ്ടി കിട്ടിയില്ല. ഇവർ തിരിച്ചു പോവാണ്. കുറേ പേരുണ്ട്, നമ്മൾ മാത്രമൊന്നുമല്ല, കുറേ പേര് ഇതുപോലെ വണ്ടി കിട്ടാത്തുണ്ട്. ഒന്നാമത്തെ കാര്യം മാർക്കറ്റിലെ വണ്ടി തീർന്നു. രണ്ടാമത്തെ കാര്യം പൈസ. ഒരാളേലും കണ്ടല്ലോ വണ്ടി കിട്ടാത്ത. നമ്മുടെ അതേ അവസ്ഥയുള്ള എല്ലാവരുടെ അവസ്ഥ ഇതാട്ടോ. മാനസികമായിട്ടെല്ലാം തളർന്നാ പോകുന്നത് വണ്ടി കിട്ടാതെ. കാരണം വണ്ടിയില്ല, ഉള്ള വണ്ടിക്കെല്ലാം വമ്പം പൈസ, വമ്പം ഡിമാൻഡ്. നമുക്ക് എന്തായാലും നേരെ പോകട്ടോടാ. ഇവിടെ എങ്ങനെ സംഭവം എന്ന് പറയാം, ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ കൂട്ടത്തില്. വണ്ടി 25,000 അത് ചെണ്ട വണ്ടിയാണ് എല്ലേലും. അവര് കണ്ട വണ്ടി മൊത്തം ഇടിച്ചതും അടിച്ചതും തട്ടിയതും മുട്ടിയതെന്ന് പറഞ്ഞു. അവര് മറ്റേ ഇതെടുക്കാണ്ടി വന്നാ, ഫോർച്യൂണർ എടുക്കാണ്ടി വന്നാ. പാവങ്ങള് പെട്ടുപോയി. ഇത് നിൽക്കുന്നു. അവര് കണ്ട മൊത്തം ഉണ്ടയും ഇതൊക്കെയാന്ന് കേട്ടോ പറഞ്ഞത്. എന്തായാലും അവരുടെ മനസ്സും എടുത്തു, അവര് പോവാന്ന്. ഞാൻ തുമ്മിനെ കൂട്ടി നമുക്ക് പോവാം. ഫോട്ടോയിൽ സണ്ണിലിയനായിരിക്കും കാണാൻ പോകുമ്പോൾ ഷക്കീലെ നോക്കൂ. ഫൈനലി ഞങ്ങൾ നിന്ന സ്ഥലത്ത് ലക്ഷ്മിനഗർ തിരിച്ചു വന്ന് ഞങ്ങൾ തല മസാജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദൈവമേ, ആ പിള്ളേർ 18 ലക്ഷം രൂപ വണ്ടിക്ക് അഡ്വാൻസ് ചെയ്ത് വിട്ടു കൊടുത്തുള്ളൂ. ആ വണ്ടി ഇടിച്ച് മറിഞ്ഞ വണ്ടി. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി അവന്മാർ രക്ഷപ്പെട്ടു. അവൻ്റെ ജീവനും കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. $25,000 പറഞ്ഞ കമ്മീഷൻ വാങ്ങാൻ പുണ്ടകൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയാണ്. പണമാണ് ഇവിടെ അല്ലേ തുമ്പി? ആ പൈസക്ക് വേണ്ടി ഏജന്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചതിച്ച് കളയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മളെ തല മസാജ് ചെയ്യാൻ പോവാം. ഇന്നേക്കൊരു തല മസാജ് പിടിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്.
ദൈവമേ മസാജ് എന്ന് പറഞ്ഞാൽ തന്നെ മോശമാണ്. ഞാൻ അവിടം വരെയുള്ള വീഡിയോ പിടിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പോയെന്നാണ്. ഏത്? മറ്റവനാ? ഗൈസ്, അതായത് ഇവിടെ എവിടെയോ ഒരു മസാജിങ് സംഭവം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിർത്താൻ പിടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇതേപോലത്തെ ഹള്ളിൽ കയറി എവിടെയെങ്കിലും പൂശാൻ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം. ഏതാ? വഴി തെറ്റിപ്പോയി. ഫൈനലി നാളെ ഇവൻ നമ്മളെ കൊണ്ട് ഒരു വണ്ടി എടുപ്പിക്കുന്ന പറഞ്ഞ മിസ്റ്റർ ബാബർ. മിസ്റ്റർ ബാബർ ഡൽഹി മാലിക്. कल फिनिश करेगा ना? ओके ठीक है. कम 101%. ठीक है. ओके मैं जाएगा. ഓക്കെ ബൈ ബൈ. സിനിമ പറഞ്ഞല്ലേ, കേട്ടിട്ടുണ്ട്. എന്ത് രസം അത് കേൾക്കാൻ വേണ്ടി. നാളെ 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി ഓടിച്ചു വന്നു. എന്തൊക്കെ സുഖം. ഒരു പറയും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു വാഗ്ദാനങ്ങൾ. ഇതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രം. അതെ, എന്നാ കച്ചവടം പറയാം, മുടിഞ്ഞ കച്ചവടം കേട്ടോ. പക്ഷെ ഈ കണ്ണേർന്ന് പറഞ്ഞ സാധനമല്ലോ. വേണ്ട, മറ്റേ ഈ കണ്ണേർന്നൊക്കെ പറഞ്ഞ് വെറുതെയാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എത്ര കണ്ണ് വെച്ചു, എൻ്റെ അവിടെ കച്ചവടം കുറഞ്ഞോ? എല്ലാം വെറുതെ പറയാ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറയാ. ഇയാൾ നശിച്ചു പോകരുത്, അതിനുവേണ്ടി ഇയാളെ ഞാൻ പിടിച്ചോണ്ട് നടക്കുക. അവിടെയൊക്കെ പല അമ്മായിമാരും ഉണ്ടാവും. നമുക്കൊന്നും ആ പരിപാടിയില്ല, മനസ്സിലായില്ലേ? നമ്മളൊക്കെ തറവാടിയാ, മനസ്സിലായില്ലേ? നമ്മള് തറവാടിയാ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ റൂമിലേക്ക് പോവാണ്. നാളെ നമ്മൾ 4 വണ്ടി കാണാൻ വേണ്ടി പോവാണ്. 4 കിളിക്കുഞ്ഞ്. നാളെ ഏതെങ്കിലും വണ്ടി ചിലപ്പോൾ എടുക്കും, കൺഫേം അല്ല. വിറ്റാല പ്രശ്നമല്ലേ, അല്ലാതെ റോൾസ് റോയ്സ് ഒന്നല്ല ഓടിക്കുന്നത്. അവൻ്റെ മോട്ടം കണ്ടു കഴിഞ്ഞാൽ അല്ലേ. വേറെ കാര്യമുണ്ട്, നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഗൈസ്, ഞങ്ങൾ മൂഞ്ചി കേട്ടോ, നിങ്ങൾ അറിഞ്ഞില്ല. അടുപ്പിച്ച് 2 ഹെക്ടർ അല്ലോ. അത് ഇവനെ കൊണ്ട് മാറ്റിക്കാം. എന്നാ ഇവനെ കൊണ്ട് മാറ്റിക്കാം. ആണല്ലോ ഇതാ നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു പച്ചയിട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ടോ? ഇതാണ് പോലീസുകാരൻ, ഡൽഹി പോലീസുകാരൻ. ഇയാൾ ഫുൾ ചെക്ക് പണിയാണ് ഇപ്പം എൻ്റെ ഉള്ളിൽ കയറ്റത്ത്. നമ്മൾ അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മളൊരു തീരുമാനത്തിലെത്തും. നാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, അതിന് വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. ഇതെല്ലാം പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പോവാം. എന്നെ തിരക്കാന്ന് നോക്കിയേ, പതിവില്ലാത്ത തിരക്ക് കേട്ടോ. ദൈവം, ഇതെന്നാ തിരക്ക്. എന്നാ നമ്മുടെ ഹോട്ടലിൽ അങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ. ഇതെന്നെ തിരക്ക്. അങ്ങോട്ട് നോക്കിയേ, അവിടെ അതിന്റെ അപ്പുറം. ഇത് ഇവിടേക്ക് എന്നാ തിരക്കാന്ന് നോക്കിയേ. ഇത്ര തിരക്ക്. ഗസ്റ്റുകൾ കൂടി. വീക്കെൻഡാ. ഇന്ന് വെള്ളി, നാളെ ശനി, ഞായർ. ഗൈസ്, കഴിക്കാൻ പോവാണ് ഗൈസ്. ഇന്ന് ഭയങ്കര തിരക്കാട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ പൂഴിയിട്ട താഴത്തെ രീതിയിലുള്ള തിരക്കാണ്. ഭയങ്കര തിരക്കാട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നത് ഞായർ ശനി ആ ഒരു ഇതായതുകൊണ്ടായിരിക്കാം ഇന്ന് ഇത്ര തിരക്ക്. ഞങ്ങളിപ്പം കൂട്ടുകാരാട്ടോ, കബാബ് കഴിക്കാൻ വേണ്ടി വന്ന. ഇതുകൊണ്ട് ഇവിടെ തിരക്ക് നോക്കിയേ. എൻ്റെ മുടിയാനായിട്ട് ഇത്ര തിരക്കോ? ദൈവമേ, തിരക്ക് കേട്ടോ. ക്യാ കരേഗാ, ബ്ലോക്കേ പൂരാ. പൂരത്തെറിയാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. തെറിയെന്ന് വെച്ചാൽ തെറി. ഇതുണ്ടോ, ഇതൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ കയറ്റി ഫുൾ തിരക്കാ. ഇന്ന് ഭയങ്കര തിരക്കാണല്ലോ. ഹിന്ദി തെറി എന്തോ അവനോട് ചോദിച്ചു എന്നായിട്ട് എങ്ങനെയെന്ന്. അവന്റെ അമ്മയുടെ പറഞ്ഞ് തെറിയാ. ഞാൻ തെറിയോന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും. അവരങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെങ്ങോട്ട് ഇടാൻ പോണ്ട. നമ്മുടെ സാധനങ്ങളൊക്കെ, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ആൾക്കാരെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോഴും നന്നായിട്ട് ആയിക്കോട്ടെ. അതുപോലെ ആട്ടോ കേട്ടോ, കൽക്കരി സാധനങ്ങളൊക്കെ എടുത്തിടുവാണ്. ഇത് സൂപ്പാട്ടോ. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ മാരക തിരക്ക്. എന്നാ തിരക്കാ ഇത്. അവൻ ലൈൻ കയറ്റിയിട്ടേനാ സംഭവം. ഫുൾ തിരക്കാ. ഇവിടെ നിൽക്കാം, അല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ആകെ ഇതുള്ളൂ ടേബിൾ. കട പൊട്ടിക്കുന്നു ആൾക്കാരങ്ങ്. ഇതൊരു ഭയങ്കര അഗ്രസീവാണ് ഇവിടുത്തെ. മറ്റേ ആളെ തെറി വിളിച്ചു, മറ്റേ ആളാ മറ്റേ ഉന്തുവണ്ടി അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ്, നമ്മുടെ സാധനം കിട്ടിയിട്ട് ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമുക്ക് കഴിക്കാനുള്ള സാധനം. പിന്നെ ഇത് ഈ കാണുന്ന
നമ്മുടെ റൊമാലി റൊട്ടി അവിടെ പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ സാധനങ്ങളൊക്കെ നമ്മൾ പിടി പിടിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു റോളിന് 120 രൂപ. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 250 രൂപ. ഇത് അവിടെ പോയി അവിടെയാ ഒരെണ്ണത്തിന് ഇതും. അതായത് ഇവിടെ മാത്രം 120, ബാക്കിയെല്ലാം 150 രൂപ അങ്ങനെയൊക്കെ കേട്ടോ റേറ്റ് വരുന്നത്. 200. അതാണ് സാധനം. എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? കഴിക്ക് പോലും വേണ്ട, കഴിക്കുന്നതിന്റെ മുമ്പേ ഇത് അറിയാൻ പറ്റും. ഇതിന്റെ സെറ്റപ്പ് കേട്ടോ. റൊട്ടിയും കിട്ടും, റൊമാലി റൊട്ടി. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത വെച്ചാൽ ഈ ടിക്ക ഇതാ മസാല. ഇതുണ്ട് മസാല. ഇതിങ്ങനെ ആക്കി പൊളിയാട്ടോ. കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഓരോ തരത്തിലുള്ള പാനി. ഇത് നല്ല ഓരോ ടൈപ്പിലുള്ള ടേസ്റ്റുള്ള സാധനം കിട്ടും. ഇതേതാ ഇച്ചിരി എനിക്ക് കുടിക്കാൻ തന്നെ. കുരിശിന്ന് ഞങ്ങൾ അടുത്ത കുരിശ് പിടിച്ചിരിക്കുകയാണ്. ഹെഡ് മസാജ് 100 രൂപ. ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ. ये बढ़िया सामान है ना, अच्छा है ना, रेडीमेड है ना. तंबाकू भैया रेडीमेड है. നീങ്ങാൻ പറ്റുന്ന പുകച്ചും ഞാൻ നിന്നെ. മലയാളിയാ? മസാജ് തുടങ്ങി മോനെ. 100 രൂപ മേടിക്കുന്നില്ല. ഇച്ചിരി ഓയിൽ ഇടാൻ പറ. വേണ്ട, പാഞ്ഞുള്ളി. നല്ല സൂപ്പറായിട്ട് 100 രൂപയ്ക്കുള്ള മസാജ് പറഞ്ഞ് തുമ്പീനെ ഇന്ന് ഉറക്കും. തുമ്പീനെ ഇന്ന് ഈ പുള്ളി ഉറക്കും. ചുക്കാമണിയും കൂടെ കാണിച്ചു കൊടുക്കും. അല്ല പിന്നെ ഇത് ശരിക്കും ചെയ്യുന്നത് നല്ല ആള് ചെയ്യുവാണെങ്കിൽ നല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഓവർ പ്രഷർ ചെയ്യരുത്. പ്രഷർ ചെയ്യാതെ വേണം ചെയ്യാൻ വേണ്ടി. എന്റെ ചേട്ടാ നമ്മള് മറ്റേ സ്ഥലത്തല്ലല്ലോ പോയെ. വയ്യ പല രീതിയിലും തുമ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാണ്. അപ്പൊ അവസാനം തുമ്പി തൃപ്തിപ്പെടുന്നില്ല. അതല്ല, അവസാനം പുള്ളി മിഷ്യൻ വരെ ഇറക്കി കേട്ടോ. ഇതെങ്ങനെയുണ്ട്? നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോണ്ടോ പുള്ളി ഇതൊക്കെ പിടിച്ചാകുന്നത്? നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ പറഞ്ഞു പുള്ളിക്കാരുടെ മജയായിട്ടില്ല. മജ മിഷൻ എടുത്തിട്ട് വന്ന് മജയാക്കി. കണ്ടോ നമ്മുടെ ഇത് മാറ്റി വരാൻ വേണ്ടി, അതായത് നമ്മുടെ കവിയും നമ്മുടെ ഈ പില്ലോയുടെ കവർ മാറ്റാൻ വേണ്ടി വന്നതാണ്. പില്ല അല്ല, ഈ ഒരു ബ്ലാങ്കറ്റ്സിൻ്റെ അവൻ്റെ ഒരു മാസം ശമ്പളം 7500 രൂപ. എനിക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 7500 രൂപയോ ഈ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനി ആണോ? എനിക്ക് വന്നില്ല. ट्रेनिंग नहीं है ना, आप जोली है ना, जॉब है ना. 7000 है ना. और कुछ मिलेगा? नहीं और कुछ नहीं. पैकिंग के लिए उज़्बेकिस्तान का आदमी का पैकिंग के लिए क्या मिलेगा? सर्विस चार्ज मिलता है 10%. जैसे हम सर्विस करेंगे तो 10% मिलेगा. टोटल कितना मिलेगा महीने का? टोटल देखिए, सर्विस चार्ज में अगर 1000 होगा तो उसमें हम 100 रुपये मिलेगा. वैसे 2000 सर्विस होगा तो 2000 रुपये में 200 रुपये मिलेगा. എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ശമ്പളം കുറവാണ്. എന്തായാലും നാളെയെങ്കിലും 2 വണ്ടി കണ്ടെടുക്കണം. ഇന്നാ രാഹുൽ പറഞ്ഞത് എടുത്തെന്നുള്ളതാണ്. അത് നടന്നില്ല. നാളെയെങ്കിലും നടക്കുമെങ്കിൽ നടക്കണം അല്ലടാ ഗൈസ്.